Hello everyone. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിസിക്സിൻ്റെ 9th സ്റ്റാൻഡേർഡ് ഫിസിക്സിൻ്റെ മോഷൻ ചാപ്റ്റർ ആണ് അല്ലേ. ആൻഡ് ഓൾസോ വി ഹാവ് ഡിസ്കസ്ഡ് ഇൻ അവർ ലാസ്റ്റ് ക്ലാസ് അബൌട്ട് ദ ഡിസ്റ്റൻസ്, ഡിസ്പ്ലേസ്മെൻറ്റ്, സ്പീഡ് ആൻഡ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റിയുടെ 1-2 പോയിൻറ്റ്സും കൂടി പറയാനുണ്ട്, നോക്കാം. സോ വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഇറ്റ് ഈസ് ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് മൂവിങ് ഇൻ എ ഡെഫിനിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞു അല്ലേ. സ്പീഡ് പ്ലസ് ഡയറക്ഷൻ ആണ് വെലോസിറ്റി അല്ലേ. സോ ദർ ക്യാൻ ബി എ ക്വസ്റ്റ്യൻ, does this velocity change or varies? അപ്പോൾ വെലോസിറ്റി വേരി ചെയ്യുമോ എങ്കിൽ എങ്ങനെ എന്നുള്ളത്. ഓഫ് കോഴ്സ് വെലോസിറ്റി വേരീസ് വെൻ ദ സ്പീഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ചേഞ്ചസ്, വെലോസിറ്റി ചേഞ്ചസ് അല്ലേ. ഇപ്പം സ്പീഡും ഡയറക്ഷനും ചേർന്നതാണ് വെലോസിറ്റി. അപ്പോൾ വെലോസിറ്റി മാറണമെങ്കിൽ ഒന്നെങ്കിൽ സ്പീഡ് മാറിയാൽ മതി. സ്പീഡ് ഓഫ് എ കാർ ചേഞ്ചസ്, ദെൻ വെലോസിറ്റി ചേഞ്ചസ്. ഇനി ഡയറക്ഷൻ അല്ലെങ്കിൽ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചേഞ്ച് ചെയ്താലും മതി, ആ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ സെയിം സ്പീഡിൽ പോയി പെട്ടെന്ന് ഡയറക്ഷൻ മാറിയാലോ, അപ്പോഴും എന്ത് മാറി, വെലോസിറ്റി ചേഞ്ചസ്. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് if the speed of an object changes, velocity changes, or if the direction of an object changes, velocity of that object changes, or if both speed and direction of an object changes, then velocity changes. ഒന്നെങ്കിൽ സ്പീഡ് മാറിയാൽ വെലോസിറ്റി മാറും, അല്ലെങ്കിൽ ഡയറക്ഷൻ മാറിയാലും വെലോസിറ്റി മാറും. ഇനി ഇത് രണ്ടും മാറിയാലോ, വെലോസിറ്റി ചേഞ്ചസ്. അതായത് നമ്മളൊരു വെഹിക്കിള് സ്ട്രെയിറ്റ് പാത്തിൽ കൂടി ട്രാവൽ ചെയ്യുന്നുണ്ട് വിത്ത് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി 30 km/h എന്ന് വിചാരിച്ചു. ഒരു കാറ് 30 km/h ട്രാവൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതേ സ്പീഡ് തന്നെ ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് ദ സെയിം സ്പീഡ് ത്രൂ ഔട്ട് ദ ജേർണി. ആൻഡ് ഇവിടെ വെച്ച് ഡയറക്ഷൻ മാറി. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന വെഹിക്കിൾ ഇങ്ങനെ ഡയറക്ഷൻ മാറ്റിയെടുത്തു. സ്പീഡാണെങ്കിൽ മാറുന്നില്ല, 30 km/h സെയിം സ്പീഡിലാണ് ത്രൂ ഔട്ട് ദ ട്രിപ്പ് ആ കാറ് ട്രാവൽ ചെയ്യുന്നത്. പക്ഷേ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു അല്ലേ. സ്പീഡ് മാറിയില്ലെങ്കിൽ പോലും ഡയറക്ഷൻ ചേഞ്ച് ചെയ്താൽ എന്ത് മാറിയിട്ടുണ്ടാവും, വെലോസിറ്റി ചേഞ്ചസ്. സോ അങ്ങനെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഇനീഷ്യൽ സപ്പോസ് ഇമാജിൻ ഈ കാറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 30 km എൻഡിങ്ങിൽ മറ്റൊരു വെലോസിറ്റി ചേഞ്ച് ചെയ്തു, ദാറ്റ് ഈസ് സ്പീഡും ചേഞ്ച് ചെയ്തു എന്ന് വിചാരിക്കാം. ഫൈനലി വെലോസിറ്റി ട്രിപ്പ് എൻഡ് ചെയ്യുമ്പം 50 km/h ആ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി 30 km/h ആൻഡ് ഓൾമോസ്റ്റ് ദ എൻഡ് ഓഫ് ദ ജേർണി ദ സ്പീഡ് ഓഫ് ദാറ്റ് ഒബ്ജക്റ്റ് ഈസ് 50 km/h എന്ന് വിചാരിക്കാം. അപ്പോൾ 2 സ്പീഡ് ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ 2 വെലോസിറ്റീസ് ഉണ്ട്. ത്രൂ ഔട്ട് ദ ജേർണി സെയിം വെലോസിറ്റി കീപ്പ് ചെയ്യാൻ ഒരു ഒബ്ജക്റ്റിന് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ ഒബ്ജക്റ്റും നോൺ യൂണിഫോം മോഷനിലായിരിക്കും അധികവും മൂവ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് ഈ 2 വെലോസിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കണം, വെലോസിറ്റിയുടെ ആവറേജ് എടുക്കുക. ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ആവറേജ് വെലോസിറ്റി? സോ ആവറേജ് വെലോസിറ്റി ഈസ് the sum of 2 velocities, അതായത് initial velocity plus final velocity divided by sum എടുത്തിട്ട് by, അതായത് അരിത്തമെറ്റിക് മീൻ എടുക്കുകയാണ് നമ്മൾ. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. അപ്പോൾ നമുക്കിതെങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? ഇനീഷ്യൽ വെലോസിറ്റി എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മൾ യു ആണ്. യു എന്നുള്ള ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഇനീഷ്യൽ വെലോസിറ്റിയെ റെപ്രസെൻറ്റ് ചെയ്യുക. അതുപോലെ ഫൈനൽ വെലോസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ വി വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈനൽ വെലോസിറ്റിയാണ്. യു സ്റ്റാൻഡ്സ് ഫോർ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് വി സ്റ്റാൻഡ്സ് ഫോർ ഫൈനൽ വെലോസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിനെ ഇക്വേറ്റ് ചെയ്യാം. ആവറേജ് വെലോസിറ്റി, അതായത് ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റിക്ക് നമുക്ക് എന്തിടാം, ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ തുടക്കത്തിലുള്ള വെലോസിറ്റിയാണ്, യു ഇടാം. യു പ്ലസ് ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ട്രിപ്പ് എൻഡ് ചെയ്യുമ്പോഴുള്ള വെലോസിറ്റി, ഓൾമോസ്റ്റ് എൻഡ് ചെയ്യുമ്പോൾ ഉള്ള വെലോസിറ്റി 50 ആണ്, അത് വി ആണ്. വി ഡിവൈഡഡ് ബൈ 2. 2 ഡിഫറെൻറ്റ് വെലോസിറ്റീസ് തന്നുകൊണ്ട് അരിത്തമെറ്റിക് മീൻ എടുത്തു. ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി ബൈ 2. ഇതാണ് ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ. ഇനി യൂണിറ്റ് ചേഞ്ച് ഒന്നുമില്ല, വെലോസിറ്റിയുടെ യൂണിറ്റ് തന്നെ നമുക്ക് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് യൂണിറ്റ് കൊടുക്കേണ്ടത് m/s തന്നെയാണ്. കാരണം വെലോസിറ്റിയുടെ യൂണിറ്റ് m/s ആണ്. അപ്പോൾ ആവറേജ് വെലോസിറ്റിയും ഓഫ് കോഴ്സ് m/s തന്നെ ആയിരിക്കും. ഇനി നമുക്ക് നോക്കാം എന്താണ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി. വാട്ട് ഈസ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി? ഇറ്റ് ഈസ് എനി ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ് that can be measured and expressed in numbers. That is physical quantity എന്ന് പറഞ്ഞാൽ it is a physical property of an object and it is measured and expressed in numbers. It can be measured and expressed in numbers. അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടി
അതായത് ഒരു ഒബ്ജക്റ്റിൻ്റെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ബട്ട് ഇറ്റ് ക്യാൻ ബി മെഷേർഡ് അറ്റ് ദ സെയിം ടൈം. മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയെ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി പറയാം. അപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് ഈസി ആയിട്ടത് പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ പല രീതികൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. ആ ഒബ്ജക്റ്റ് ഒരു പേഴ്സൺ ആണെന്ന് വിചാരിക്കുക. അയാളെ എങ്ങനെയൊക്കെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്? ഹൈറ്റ് വൈസ് പറയാറുണ്ട്, ഹീസ് എ ടോൾ പേഴ്സൺ പറയാറുണ്ട്. അല്ലെങ്കിൽ വെയിറ്റ്, നല്ല വെയിറ്റുള്ള ഫാറ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് പറയും. അല്ലെങ്കിൽ എന്താ പറയുക, ഹീസ് എ സ്മാർട്ട് ബോയ് ഓർ എ ഗേൾ, നല്ല സ്മാർട്ടായിട്ടുള്ള വ്യക്തി. ആൻഡ് അങ്ങനെ പല രീതി. അല്ലെങ്കിൽ കളർ വെച്ചിട്ട് നല്ല വെളുത്ത ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ ഹെയറിൻ്റെ കളർ വെച്ചിട്ട് ഡിസ്ക്രൈബ് ചെയ്യാറുണ്ട്. ഐ കളർ വെച്ച് പറയാറുണ്ട്, നല്ല ബ്ലൂ ഐഡ് പേഴ്സൺ ആണെന്നൊക്കെ പറയാറുണ്ട്. ഇങ്ങനെ പല രീതിയിൽ ഒരു ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് മെഷറബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ എന്താണ് മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ്? ആ ഒബ്ജക്റ്റിൻ്റെ, ആ വ്യക്തിയുടെ ഹൈറ്റ് ക്യാൻ ബി മെഷേർഡ് അല്ലേ. നമുക്ക് സ്കെയിലിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഹൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. അതുപോലെ തന്നെ വെയിറ്റ്, ദാറ്റ് ക്യാൻ ഓൾസോ ബി കാൽക്കുലേറ്റഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ ന്യൂമറിക്കൽ വാല്യൂ. അയാളുടെ 60 kg അല്ലെങ്കിൽ 70 kg എന്നുള്ളത് ന്യൂമറിക്കൽ വാല്യൂവിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അല്ലേ. പിന്നെ നമ്മൾ കളറിൻ്റെ കാര്യം പറഞ്ഞു, ഹെയർ കളർ അല്ലെങ്കിൽ ഐയുടെ കളറ്. ആ കളറിനെ മെഷർ ചെയ്യാൻ പറ്റുമോ? നമുക്കിങ്ങനെ 10 കളർ അല്ലെങ്കിൽ 20 ആണ് കളർ, ആ ഒരു യൂണിറ്റിലൊന്നും എക്സ്പ്രസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു ക്വാണ്ടിറ്റി അല്ല കളർ. അപ്പോൾ കളർ എന്തല്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. പക്ഷേ നമ്മൾ പറഞ്ഞ ഹൈറ്റ് മെഷർ ചെയ്യാൻ പറ്റി, അതുപോലെ തന്നെ വെയിറ്റ് ഒക്കെ മെഷർ ചെയ്യാൻ പറ്റി. ആ മെഷറബിൾ ക്വാണ്ടിറ്റീസിനെയാണ്, ഒരു ഒബ്ജക്റ്റിൻ്റെ മെഷർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെ, ന്യൂമറിക്കൽ വാല്യൂസിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ഓക്കെ. സോ അതുപോലെ തന്നെ സ്മാർട്ട്നെസ് ഓഫ് എ പേഴ്സൺ, ഹീസ് എ സ്മാർട്ട് പേഴ്സൺ. ആ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത് അയാളുടെ ഒരു ക്വാളിറ്റിയാണ്, മെഷർ ചെയ്യാൻ പറ്റാത്തൊരു ക്വാളിറ്റിയാണത്. അപ്പോൾ അതെന്തല്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി അല്ല. സോ അതുകൊണ്ടാണ് പറയുന്നത് എനി ഫിസിക്കൽ പ്രോപ്പർട്ടി ഓഫ് ആൻ ഒബ്ജക്റ്റ്, എ പേഴ്സൺ ക്യാൻ ബി ആൻ ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു വെഹിക്കിൾ ആവാം, എന്തുമാവാം, ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പേഴ്സ് ഓർ ന്യൂമറിക്കൽ വാല്യൂ. അങ്ങനെ മെഷർ ചെയ്യാൻ പറ്റുന്നതിന് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയും. അപ്പോൾ ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെയിനായിട്ട് രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ദേ ആർ സ്കേലാർ ക്വാണ്ടിറ്റി and vector quantity. സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എങ്ങനെ രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ. അപ്പോൾ നമ്മൾ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത പോർഷനിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലെങ്ത്ത്, മെഷർമെൻറ്റ്, ലെങ്ത്ത് അല്ലെങ്കിൽ മെഷറിങ് ഡിസ്റ്റൻസ് നമ്മൾ പറഞ്ഞു, ഡിസ്പ്ലേസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടൈം ഒരു ക്വാണ്ടിറ്റി, ഫിസിക്കൽ ക്വാണ്ടിറ്റി, അതുപോലെ തന്നെ സ്പീഡ്, വെലോസിറ്റി, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതിനെ നമുക്ക് സ്കേലാർ ക്വാണ്ടിറ്റി, വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞ് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ പഠിച്ച ഒരുപാട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ മെഷറബിൾ ആണെന്ന് പറഞ്ഞു. ഡിസ്റ്റൻസ് ഈസ് എ മെഷറബിൾ ക്വാണ്ടിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ് ക്യാൻ ബി മെഷേർഡ്, സ്പീഡ് മെഷർ ചെയ്യാൻ പറ്റും, വെലോസിറ്റി മെഷർ ചെയ്യാൻ പറ്റും, അതുപോലെ ലെങ്ത് അല്ലെങ്കിൽ ഹൈറ്റ് ഓഫ് എ പേഴ്സൺ, അതുപോലെ ടൈം മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനെയൊക്കെ ക്ലാസിഫൈ ചെയ്യണം, വെക്റ്റർ ആണോ സ്കേലാർ ആണോ എന്ന്. അപ്പോൾ ആദ്യം എന്താണ് സ്കേലാർ എന്ന് നോക്കാം. സ്കേലാർ ക്വാണ്ടിറ്റീസ് ആർ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ്. സോ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റിയെയാണ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി എന്ന് പറയുക. അപ്പോൾ എന്താണ് മാഗ്നിറ്റ്യൂഡ് എന്നൊരു ഡൗട്ട് വരും അല്ലേ. സോ വാട്ട് ഈസ് എ മാഗ്നിറ്റ്യൂഡ്? ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയുടെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുത്താൽ, അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്തു, 50 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞു, ഒരു ലെങ്ത്താണ് അല്ലേ. ആ ലെങ്ത്തിൻ്റെ ന്യൂമറിക്കൽ വാല്യൂ 50 ആണ്. ഈ ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ന്യൂമറിക്കൽ വാല്യൂ ആണ് നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. ഓക്കെ. സോ ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഈസ് കോൾഡ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ എത്ര സെൻറ്റിമീറ്റർ ആണ്? അപ്പോൾ എന്താണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് നമ്മൾ ചോദിച്ചാൽ എത്ര സെൻറ്റിമീറ്റർ? 50 എന്നുള്ള ന്യൂമറിക്കൽ വാല്യൂ. ആ 50 എന്ന് പറഞ്ഞാൽ മാത്രമേ, മാഗ്നിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു എന്താ പറയുക ഐഡിയ കിട്ടുള്ളൂ അല്ലേ. അപ്പോൾ ഈ ഒരു ലെങ്ത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 50 സെൻറ്റിമീറ്റർ ആണ് ആ ലെങ്ത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് the exact numerical value of the physical quantity is called magnitude. ഇനിയും ഒരു ഫോഴ്സ് ആണെങ്കിൽ ഇപ്പം 500 ന്യൂട്ടൺ എന്ന് പറയുന്ന 500, അതിലെ ആ 500 ന്യൂമറിക്കൽ വാല്യൂവിനെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയും. ഓക്കെ. ന്യൂമറിക്കൽ വാല്യൂ ഓഫ് ദാറ്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുക. നെക്സ്റ്റ്,
ഇനി എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് നോക്കാം. സോ ഓൺലി വിത്ത് മാഗ്നിറ്റ്യൂഡ് സ്കേലാർ ക്വാണ്ടിറ്റി, പ്രത്യേകിച്ച് മറ്റ് സ്പെസിഫിക്കേഷൻസ് ഒന്നുമില്ല, മാഗ്നിറ്റ്യൂഡ് മാത്രം ഉള്ളത്. എന്നാൽ വെക്റ്റർ ക്വാണ്ടിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വിത്ത് ബോത്ത് മാഗ്നിറ്റ്യൂഡ്, having both magnitude and direction. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല ഡയറക്ഷനും കൂടിയുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വെക്റ്റർ ക്വാണ്ടിറ്റി. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഹാവിങ് ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഈസ് കോൾഡ് എ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ പ്രത്യേകമായിട്ട് ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഒക്കെ ഉണ്ട് അല്ലേ, നമ്മൾ കണ്ടിരുന്നു. നോക്കാം, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളിൽ ഏതൊക്കെയാണ് സ്കേലാറിൽ വരുന്നത്, ഏതൊക്കെയാണ് വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ വരുന്നത് നോക്കാം. നമ്മൾ ലെങ്ത് കണ്ടു, ടൈം മെൻഷൻ ചെയ്തിരുന്നു, ഡിസ്റ്റൻസ് of an object, displacement of an object, speed of an object, velocity of an object. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ലെങ്ത്തിന് ഒരു ഡയറക്ഷൻ ഉണ്ടോ പ്രത്യേകമായിട്ട്? ഇല്ല. മെഷർ ചെയ്യുന്ന ലെങ്ത്തിന് ഒരു അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ഡയറക്ഷനിലേക്ക് വേണം ലെങ്ത് മെഷർ ചെയ്യാൻ, അങ്ങനെയില്ല. സോ ദാറ്റ് ഈസ് വൈ ലെങ്ത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കേലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ടൈം. 5 o'clock അല്ലെങ്കിൽ 6 o'clock എന്ന് പറയുന്ന ടൈമിനൊരു പ്രത്യേക ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ ടൈം ഈസ് ഓൾസോ എ സ്കേലാർ ക്വാണ്ടിറ്റി. നെക്സ്റ്റ് ഡിസ്റ്റൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. എന്താണ് ഡിസ്റ്റൻസ്? ദ ടോട്ടൽ പാത്ത് ഓർ ദ ആക്ച്വൽ പാത്ത് ട്രാവൽഡ്. അതിൽ ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്നുണ്ടോ? ഇല്ല. ആകെ ആ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ പാത്തിൻ്റെ മെഷർമെൻറ്റ് അത്രേ പറയുന്നുള്ളൂ. അത് ഏത് ഡയറക്ഷനിൽ നിന്നൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. സോ ഡിസ്റ്റൻസ് ഈസ് ഓൾസോ സ്കേലാർ ക്വാണ്ടിറ്റി, ഡിസ്റ്റൻസ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പോയിൻറ്റ്. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റിൽ നിന്ന് ഫൈനൽ പോയിൻറ്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് പാത്ത് ആണ് എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനീഷ്യൽ ഫൈനൽ, അപ്പോൾ കൃത്യമായ ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ദാറ്റ് ഈസ് വൈ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് എക്സാമ്പിൾ ഫോർ വെക്റ്റർ ക്വാണ്ടിറ്റി. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റിക്ക് എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. ആൻഡ് നെക്സ്റ്റ് നമ്മൾ കണ്ടത് എന്താണ്? സ്പീഡ് എന്താണ്? ഡിസ്റ്റൻസ് ഓഫ് ആൻ ഒബ്ജക്റ്റ്, ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം അല്ലേ. അതും ഡയറക്ഷൻ മെൻഷൻ ചെയ്യുന്നില്ല, ഓൺലി ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഇൻ എ പർട്ടിക്കുലർ ഇൻ്റർവൽ ഓഫ് ടൈം എന്നാണ് പറയുന്നത്. അപ്പോൾ അതും സ്കേലാർ ക്വാണ്ടിറ്റി. സ്പീഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത സ്പീഡ് ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. നെക്സ്റ്റ് വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് ദ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് അല്ലേ. വെലോസിറ്റി എന്താ മെൻഷൻ ചെയ്തത്? എന്താ വെലോസിറ്റിയുടെ ഡെഫിനിഷൻ തന്നെ? Velocity is the speed of an object moving in a particular direction or a definite direction. അപ്പോൾ velocity means speed തന്നെയാണ്, but an object which is moving in a particular direction എന്ന് പറഞ്ഞു. ഡയറക്ഷൻ മെൻഷൻ ചെയ്തുകൊണ്ട് വെലോസിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ വെലോസിറ്റി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെക്റ്റർ ക്വാണ്ടിറ്റി. സോ എഗെയിൻ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട് ആക്സിലറേഷൻ. അതിനി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വെക്റ്റർ ഏതാണ് സ്കേലാർ ഏതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഡയറക്ഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെക്റ്റർ ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ആക്സിലറേഷൻ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് സ്കേലാർ ആണോ വെക്റ്റർ ആണോ എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ആക്സിലറേഷൻ നോക്കാം. See, acceleration is the measure of change in velocity of an object in unit time. എന്താണ് ആക്സിലറേഷൻ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിറ്റ് ടൈം ആണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്ക് ആക്സിലറേഷനെ പറയാം, ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റിയാണ് ആക്സിലറേഷൻ. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? ഇതേ സെൻറ്റൻസ് തന്നെ ഒന്ന് ഷോർട്ടായി പറഞ്ഞു എന്നേ ഉള്ളൂ. മെഷർ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്റ്റ് പെർ യൂണിറ്റ് ടൈം തന്നെയാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. റേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ടൈം ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. അപ്പോൾ വെലോസിറ്റി ടൈമിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാവുന്ന ആ ടേമിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുക. സമയത്തിനനുസരിച്ച് സ്പീഡ് മാറിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് നിന്നാൽ അത് ആക്സിലറേറ്റഡ് ആയി ആ ഒബ്ജക്റ്റ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന കാറ് അല്ലെങ്കിൽ ഒരു ബസ്, ട്രെയിൻ, ഏതൊരു വെഹിക്കിളായാലും നമുക്കറിയാം ഡ്രൈവർ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്പീഡ് കൂടുന്നത്, അല്ലെങ്കിൽ ആക്സിലറേറ്റർ വിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോഴാണ് സ്പീഡ് കുറയുന്നത് അല്ലെങ്കിൽ വെലോസിറ്റി കുറയുന്നത്. സോ വി ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ് അല്ലേ. അതായത് ആക്സിലറേറ്റഡ് ആവുന്നത് നമുക്കറിയാം, ആക്സിലറേഷൻ കുറയുന്നത് നമുക്കറിയാം. സോ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ സ്പീഡാണത്, അല്ലെങ്കിൽ ഇൻക്രീസിങ് സ്പീഡ് ഓർ ഡിക്രീസിങ് സ്പീഡ്, ഇൻക്രീസിങ് വെലോസിറ്റി ഓർ ഡിക്രീസിങ് വെലോസിറ്റി. അപ്പോൾ ഇൻക്രീസിങ് വെലോസിറ്റി ഡിക്രീസിങ് വെലോസിറ്റി എന്ന് പറഞ്ഞപ്പോൾ തന്നെ വെലോസിറ്റി
ചേഞ്ച് ഉണ്ടായി അല്ലേ. ആദ്യം സ്റ്റാർട്ട് ചെയ്ത വെഹിക്കിളിനുണ്ടായ ആക്സിലറേഷൻ ആയിരിക്കില്ല അത് വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം. നല്ലൊരു സ്മൂത്ത് റോഡാണ്, ഒരു ട്രാഫിക് ഇല്ലാത്ത റോഡാണെങ്കിൽ ഡ്രൈവർ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പം വെലോസിറ്റി കൂടും. അതായത് നമ്മൾ വളരെ പതുക്കെ പോകേണ്ട ആവശ്യമില്ല, നല്ല സ്പീഡിൽ പോകാമെന്നാണെങ്കിൽ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്താൽ നമുക്കെന്ത് വളരെ സ്പീഡിൽ പോകാൻ പറ്റും, വെലോസിറ്റി കൂട്ടി പോകാൻ പറ്റും. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന വെലോസിറ്റി കൂടി. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ടായി. സോ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ചേഞ്ച് വെലോസിറ്റി ഉണ്ടാവണമെങ്കിൽ ആക്സിലറേറ്റർ അപ്ലൈ ചെയ്യണമല്ലോ. ആ ഒരു കാര്യം ആലോചിച്ചാൽ നമുക്ക് വാട്ട് ഈസ് ആക്സിലറേഷൻ എന്ന് മനസ്സിലാവും. ചേഞ്ച് ഇൻ വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം, സമയത്തിനനുസരിച്ച്. ടൈം ഓൾവേസ് ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ. ടൈമിനനുസരിച്ച് വെലോസിറ്റി ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കാം, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യും. ബ്രേക്ക് അപ്ലൈ ചെയ്താൽ ഡിക്രീസ് ചെയ്യുമല്ലോ, അതിനെയാണ് നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയുന്നത്. So from the given definition we can now write the equation for calculating acceleration. Acceleration equation എഴുതാം. Change of velocity, rate of change of velocity ആണ്. That is ഒരു വെഹിക്കിളിൻ്റെ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന യു ആണെന്ന് പറഞ്ഞു. യു ഈക്വൽ ടു 0. സ്റ്റാർട്ടിങ്ങിൽ റെസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഓരോ വെഹിക്കിളിന് 0 വെലോസിറ്റി. പിന്നെ കുറച്ച് അല്പസമയത്തിന് ശേഷം അത് ഗെയിൻ ചെയ്യുന്ന വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഫോർ എക്സാമ്പിൾ 50 km/h വെലോസിറ്റി അത് ഗെയിൻ ചെയ്തു. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ 0, after some time it gained a velocity of 50 km/h. All this happened within a time interval t. അപ്പോൾ 0യിൽ നിന്ന് 50യിലേക്ക് ഗെയിൻ ചെയ്യാൻ, വെലോസിറ്റി ഗെയിൻ ചെയ്യാൻ എടുത്ത ടൈം ടി ആണെങ്കിൽ വാട്ട് ഈസ് ആക്സിലറേഷൻ? ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. ഇവിടെ ഉണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നത് v മൈനസ് യു ചെയ്യണം. 50 മൈനസ് 0 50 ആണ്. ദാറ്റ് ഈസ് ആക്സിലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി v മൈനസ് യു ഡിവൈഡഡ് ബൈ എത്ര ടൈം? ടി ടൈമിൽ. So acceleration A is v minus u by t. ഇതാണ് ഇക്വേഷൻ. ആക്ച്വലി ആക്സിലറേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി, ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം ആണ് ഇക്വേഷൻ, ടൈം. സോ മാത്തമാറ്റിക്കലി നമ്മൾ എഴുതുമ്പോൾ A is equal to ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉണ്ടായ ചേഞ്ച് സ്റ്റാർട്ടിങ്ങിൽ, ഇനീഷ്യൽ ഇത് എൻഡിങ്ങിൽ, ഫൈനലായിട്ട് v. സോ ചേഞ്ച് എടുക്കുക v മൈനസ് യു ആണ്. സോ ചേഞ്ച് ഇൻ വെലോസിറ്റി എടുത്ത് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു? v മൈനസ് ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ആക്സിലറേഷൻ. ഇനി വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? SI യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ എന്താണെന്ന് നോക്കാമല്ലോ. യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ, ആക്സിലറേഷൻ്റെ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. നമ്മൾ സ്പീഡ് ആൻഡ് വെലോസിറ്റി രണ്ടിൻ്റെയും SI യൂണിറ്റ് എന്താ കണ്ടത്? മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലേ. ആൻഡ് ഓൾസോ ഇറ്റ് ക്യാൻ ബി റിട്ടൺ as മീറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. രണ്ടും മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് വായിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ SI യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ മീറ്റർ പെർ സെക്കൻഡ് അല്ല, മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എങ്ങനെയാണ് ഈ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ വന്നത്? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ആക്സിലറേഷൻ്റെ ഇക്വേഷനിൽ നിന്ന് നമുക്ക് യൂണിറ്റിലേക്ക് വരാം. ദിസ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി. എങ്ങനെയായാലും വെലോസിറ്റിയുടെ യൂണിറ്റ് എന്താണ്? ഇനീഷ്യൽ ഫൈനൽ ബോത്ത് ആർ വെലോസിറ്റീസ്. സോ വെലോസിറ്റിയുടെ യൂണിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ മീറ്റർ പെർ സെക്കൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡിവൈഡഡ് ബൈ ടൈമിൻ്റെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ്. ദാറ്റ് ഇംപ്ലൈസ് അഗെയിൻ മീറ്റർ പെർ സെക്കൻഡ്. ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയാൽ റെസിപ്രോക്കൽ വരുമല്ലോ, 1/s. m ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ m മീറ്റർ, s ഇൻറ്റു എസ് സെക്കൻഡ് സ്ക്വയർ അല്ലേ, s ഇൻറ്റു സെക്കൻഡ് സ്ക്വയർ. ഇങ്ങനെയാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിലേക്ക്, ഇക്വേഷനിൽ നിന്നാണ് നമുക്ക് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് എന്നുള്ളതിലേക്ക് വന്നത്. സോ വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് ആക്സിലറേഷൻ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഓക്കെ, ആൻഡ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറിനെ എങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യും? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഇൻവേഴ്സ് വരും, മീറ്റർ സെക്കൻഡ് മൈനസ് 2. ഇതും വായിക്കേണ്ടത് മീറ്റർ സെക്കൻഡ് റേസ് ടു -2 അങ്ങനെയൊന്നും വായിക്കേണ്ട ആവശ്യമില്ല, മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണിത്. ബോത്ത് ആർ സെയിം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ തന്നതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ളത് ഇങ്ങനെയും എഴുതാം, ഇതും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ തന്നെയാണ് റീഡ് ചെയ്യേണ്ടത്. അതുപോലെ മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ. അതേപോലെ തന്നെ കിലോമീറ്റർ പെർ അവർ നിങ്ങൾക്ക് കിലോമീറ്റർ പെർ അവർ തന്നെ തരണം എന്നില്ല. കിലോമീറ്റർ അവർ, ഇതും കിലോമീറ്റർ പെർ അവർ ആണ്. കിലോമീറ്റർ മൾട്ടിപ്ലിക്കേഷൻ ഇൻറ്റു അവർ ഇൻവേഴ്സ്. ഈ രീതിയിൽ തന്നാലും വായിക്കേണ്ടത് കിലോമീറ്റർ പെർ അവർ തന്നെയാണ്. ഓക്കെ, ഇനി എന്താണ് യൂണിഫോം ആക്സിലറേഷൻ, നോൺ യൂണിഫോം ആക്സിലറേഷൻ നോക്കാം. യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ വെലോസിറ്റി ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈം. അതായത് ഒരു
ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വെലോസിറ്റി ഉണ്ടാവും എന്തായാലും അല്ലേ. ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ആവാം, വെലോസിറ്റി കൂടാം അല്ലെങ്കിൽ കുറയാം. ചേഞ്ച് ഇൻ വെലോസിറ്റി ഉണ്ട്, പക്ഷേ അത് എങ്ങനെയായിരിക്കും? യൂണിഫോം ആക്സിലറേഷൻ ആണെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ വെലോസിറ്റീസ് ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അത് യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയും. ഇനി നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്താണ്? ഇഫ് ആൻ ഒബ്ജക്റ്റ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ് ദ വെലോസിറ്റി അൺഈക്വൽ ആയിട്ട് വെലോസിറ്റി ഇൻക്രീസോ ഡിക്രീസോ ചെയ്താൽ അത് നോൺ യൂണിഫോം ആക്സിലറേഷൻ. എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് റെപ്രസെൻറ്റ് ചെയ്ത് നമുക്ക് പറയാം. ഒരു ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്യുന്നു ആൻഡ് ഓരോ ഇൻ്റർവെല്ല് കൃത്യമായിട്ടുള്ള ഓരോ ഇൻ്റർവെല്ലിലും ആദ്യം ഇത് 0 വെലോസിറ്റി ആയിരുന്നു ആൻഡ് ഗെയിൻ ചെയ്ത് ആഫ്റ്റർ ഫ്യൂ സെക്കൻഡ്സ് ഇറ്റ് ഗെയിൻഡ് എ വെലോസിറ്റി 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി കിട്ടി ഒരു 5 സെക്കൻഡ്സിൽ. പിന്നെ 10 സെക്കൻഡ്സ് ആയപ്പോഴത്തേക്ക് 20 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി ഗെയിൻ ചെയ്തു. പിന്നെ 15 സെക്കൻഡ്സ് ആകുമ്പോഴേക്കും 5 സെക്കൻഡ്സിൻ്റെ ഇൻ്റർവെല്ലാണ്, 15 സെക്കൻഡ്സ് ആകുമ്പോഴത്തേക്കും 30 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റിയിലേക്ക് ഫൈനൽ വെലോസിറ്റി അറ്റൈൻ ചെയ്ത് 30 മീറ്റർ പെർ സെക്കൻഡ്. ഓരോ ടൈം ഇൻ്റർവെല്ലും ശ്രദ്ധിച്ചേ, ഓരോ സെയിം ടൈം ഇൻ്റർവെൽ, ഇതും 5 സെക്കൻഡ് ഡ്യൂറേഷനാണ്. 5ൽ നിന്ന് 10 എത്താൻ അഗെയിൻ 5 സെക്കൻഡ് ഡ്യൂറേഷൻ സെയിം ടൈം ഇൻ്റർവെല്ലിൽ ഇൻക്രീസ് ഉണ്ടായ വെലോസിറ്റി എങ്ങനെയാണ്? ആദ്യം 10 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു. പിന്നെ ഡ്രൈവർ വീണ്ടും ആക്സിലറേറ്റർ അപ്ലൈ ചെയ്തപ്പോൾ 10 എന്നുള്ളത് 20 മീറ്റർ പെർ സെക്കൻഡ് സ്പീഡിലേക്ക് ഇൻക്രീസ് ആയി ആൻഡ് അഗെയിൻ അത് ഇൻക്രീസ് ആയി 30 മീറ്റർ പെർ സെക്കൻഡിലേക്ക്. ഈക്വൽ എമൗണ്ടിലല്ല ഇൻക്രീസ് ഉണ്ടായത്, 10 എന്നുള്ള ആ ഒരു വാല്യൂവിലാണ് ഇൻക്രീസ് ഉണ്ടായത് വെലോസിറ്റിക്ക്. സോ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഡിക്രീസ് ചെയ്യാം. 30ൽ നിന്ന് 20 ആവാം, 20ൽ നിന്ന് 10 ആവാം, അങ്ങനെ 0 ആവാം. എയ്തർ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഓഫ് വെലോസിറ്റി ഈക്വലി ഇൻ ഈക്വൽ ഇൻ്റർവെൽ ഓഫ് ടൈം ആണെങ്കിൽ അതിനെ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഇനി നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്തായിരിക്കും? ഇതിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാമല്ലോ. ഈ ടൈം ഇൻ്റർവെൽ സെയിം ആണ്. അതിൽ ആദ്യം വെഹിക്കിൾ 0ൽ നിന്ന് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള വെലോസിറ്റി ഗെയിൻ ചെയ്തു. ആഫ്റ്റർ ദാറ്റ് തീരെ റഷ് ഇല്ലാത്ത ട്രാഫിക് ഇല്ലാത്ത ഒരു റോഡാണെങ്കിൽ നല്ല സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്യുക അല്ലേ വെഹിക്കിൾ, അതായത് വെലോസിറ്റി വളരെയധികം കൂടും, ഒരു 80 മീറ്റർ പെർ സെക്കൻഡിലേക്ക് ഇൻക്രീസ് ആയി. എഗെയിൻ അത് പിന്നെ 100 മീറ്റർ പെർ സെക്കൻഡിലേക്കാണ് വെലോസിറ്റി ചേഞ്ച് ചെയ്തതെന്ന് വിചാരിക്കുക. ഓരോ ടൈം ഇൻ്റർവെല്ലിലും ഉണ്ടായ ചേഞ്ച് ഇൻ വെലോസിറ്റി നോക്കി. ആദ്യത്തെ 5 സെക്കൻഡ്സിൽ 10 മീറ്റർ പെർ സെക്കൻഡ് വെലോസിറ്റി ഉണ്ടായിരുന്ന വെഹിക്കിൾ ഡ്രൈവർ പെട്ടെന്ന് ആക്സിലറേറ്റർ അപ്ലൈ ചെയ്തപ്പോൾ അടുത്ത 5 സെക്കൻഡ്സിൽ നിന്ന് അത് 80 മീറ്റർ പെർ സെക്കൻഡ് എന്നുള്ള ആ ഒരു സ്പീഡിലേക്ക് മാറിയിട്ടുണ്ട് അല്ലേ, വെലോസിറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. വീണ്ടും ഒരു 5 സെക്കൻഡ്സ് കഴിയുമ്പോഴത്തേക്കും അത് 100 മീറ്റർ പെർ സെക്കൻഡേ ആയിട്ടുള്ളൂ. സോ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? അൺഈക്വൽ വെലോസിറ്റിയാണ്. ദാറ്റ് ഈസ് ഇൻക്രീസസ് ഓർ ഡിക്രീസസ്. വെലോസിറ്റി ഇൻക്രീസോ ഇതുപോലെ ഡിക്രീസോ ചെയ്യാം, പക്ഷേ അൺഈക്വലിയാണ്. ഒരു ഈക്വാലിറ്റി ഇല്ല അവിടെ അല്ലേ, യൂണിഫോമിറ്റി ഇല്ല. അൺഈക്വൽ എമൗണ്ടിലാണ് ഇൻക്രീസ് എങ്കിലും അതേപോലെ അൺഈക്വൽ എമൗണ്ടിലാണ് ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്തതെങ്കിലും അതിനെ നമുക്ക് എന്ത് പറയാം? നോൺ യൂണിഫോം ആക്സിലറേഷൻ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ആക്സിലറേഷനെ നമുക്ക് പോസിറ്റീവ് ആക്സിലറേഷൻ എന്നും നെഗറ്റീവ് ആക്സിലറേഷൻ എന്നും മെൻഷൻ ചെയ്യാം. എന്താണ് പോസിറ്റീവ് ആക്സിലറേഷൻ? പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇത് യൂണിഫോം ആക്സിലറേഷൻ അല്ല, നോൺ യൂണിഫോം ആണ് ഇപ്പോൾ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൽ പക്ഷേ ഇൻക്രീസ് ആണ്, വെലോസിറ്റി ഇൻക്രീസ് ചെയ്യുകയാണ്. 10 80 ആയി, 80 100 ആയി. ഇതുപോലെ ഇൻക്രീസ് ചെയ്യുന്ന ആക്സിലറേഷനെ നമ്മൾ എന്ത് പറയും? ആക്സിലറേഷൻ ക്യാൻ ബി represented as പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. ഇതുപോലെ ഇനി ഇൻ കേസ് ഇതേപോലെ വെലോസിറ്റി 0 സ്റ്റാർട്ടിങ്ങിൽ 0 എ എന്ന പോയിന്റ് ബിയിലേക്ക് പോകുന്നു ഓരോ ടൈം ഇൻ്റർവെൽ. ഇതിൽ 90 കിലോമീറ്റർ സ്റ്റാർട്ടിങ്ങിൽ 90 കിലോമീറ്റർ പെർ അവർ എന്ന വെലോസിറ്റിയിൽ വന്ന വെഹിക്കിൾ പെട്ടെന്ന് ഡിക്രീസ് ചെയ്തു. അതായത് ഒരു റഷ് റോഡിലേക്ക് കയറിയപ്പോൾ, ട്രാഫിക്കുള്ള റോഡിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് ഡ്രൈവർക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടി വന്നു. ഇൻ കേസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഓഫ് ബ്രേക്ക് ദ സ്പീഡ് ഓഫ് ഓർ ദ വെലോസിറ്റി ഓഫ് ദ വെഹിക്കിൾ ഡിക്രീസസ്. അപ്പോൾ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. ഒരു 80 കിലോമീറ്റർ പെർ അവറിലേക്ക് ഡിക്രീസ് ചെയ്തു, പിന്നെ 70 കിലോമീറ്റർ പെർ അവറിലേക്ക് ഡിക്രീസ് ചെയ്തു, അങ്ങനെ 60 50 40 ലാസ്റ്റ് ബ്രേക്ക് അപ്ലൈ ചെയ്ത് വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഡിക്രീസ് ആണ് വെലോസിറ്റി എങ്കിൽ ഡിക്രീസിങ് വെലോസിറ്റിയെ നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. രണ്ട് കേസിലും വെലോസിറ്റി ഉണ്ടാവുന്നുണ്ട്, പക്ഷേ കൂടിക്കൂടി വരുന്ന വെലോസിറ്റി ആണെങ്കിൽ അത് ആക്സിലറേറ്റഡ്, പോസിറ്റീവ്ലി ആക്സിലറേറ്റഡ് എന്ന് പറയാം. ഇനി വെലോസിറ്റി കുറഞ്ഞു വരികയാണെങ്കിലോ, ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വെലോസിറ്റി ഓട്ടോമാറ്റിക്കലി കുറയും. ആ കുറയുന്ന വെലോസിറ്റി നമ്മൾ നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയും. ഇനി നെഗറ്റീവ് ആക്സിലറേഷനെ മറ്റ് പേരുകളിൽ നമുക്ക് പറയാം
ആക്സിലറേഷൻ്റെ ഓപ്പോസിറ്റ് ഡിസിലറേഷൻ. പോസിറ്റീവ് ആക്സിലറേഷൻ നമ്മൾ ആക്സിലറേഷൻ എന്ന് പറയും, നെഗറ്റീവ് ആക്സിലറേഷനെ അതുകൊണ്ട് തന്നെ ഡിസിലറേഷൻ എന്നും പറയാം. ഡിസിലറേഷൻ ഓർ ഒരു പേരിൽ കൂടെ പറയും നമ്മൾ ഡിസിലറേഷനെ റിട്ടാർഡേഷൻ എന്ന് പറയും. റിട്ടാർഡേഷൻ. സോ നെഗറ്റീവ് ആക്സിലറേഷൻ ഈസ് ഓൾസോ നോൺ ആസ് ഡിസിലറേഷൻ ഓർ റിട്ടാർഡേഷൻ. അപ്പോൾ ആക്സിലറേഷൻ പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം എന്ന് പറഞ്ഞു അല്ലേ. ഇനിയും യൂണിഫോം ആവാം, നോൺ യൂണിഫോം ആവാമെന്ന് പറഞ്ഞു. യൂണിഫോം എന്ന് പറഞ്ഞാൽ കറക്റ്റ് 10, 20, 30, 40 അങ്ങനെ ഗ്രാജുവൽ ഇൻക്രീസ്, അറ്റ് സെയിം റേറ്റിലുള്ള ഇൻക്രീസ്. ഇനി നോൺ യൂണിഫോം ആണെങ്കിൽ അതേപോലെ തന്നെ എന്താ പറയുക 10, പിന്നെ 80, 100, 120, പിന്നെ 150 അങ്ങനെ നോൺ യൂണിഫോം ആയിട്ടുള്ള ഇൻക്രീസ്. ഇത് ഇൻക്രീസ് മാത്രമല്ല ഉണ്ടാവുക, ഡിക്രീസും ഉണ്ടാവും കേട്ടോ. അതായത് നെഗറ്റീവ്ലി ആക്സിലറേറ്റഡ് ആവാം. യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്തൂടെ? അതായത് 100ൽ നിന്ന് ആദ്യം 100, പിന്നെ 90, 80, 70, 60, 50, 40 അങ്ങനെ കുറഞ്ഞ് 0 ആവാലോ. അത് യൂണിഫോംലി നെഗറ്റീവായിട്ട് വരുന്നതാണ്, യൂണിഫോം ഡിസിലറേഷൻ ആണ് അല്ലേ. അതേപോലെ തന്നെ നോൺ യൂണിഫോം ആയിട്ടും ഡിക്രീസ് ചെയ്യാലോ ആക്സിലറേഷന്. എങ്ങനെ? ആദ്യം ഉണ്ടായത് 100 km/s വെലോസിറ്റി ആണെങ്കിൽ നോൺ യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്യുന്നത് കറക്റ്റ് 90, 80 എന്നായിരിക്കില്ല. 100 എന്നുള്ളത് 80 ആവും, പിന്നെ ഡയറക്റ്റ് 50 km/s ആയിട്ട് കുറയും, പിന്നെ 40, പിന്നെ ഡയറക്റ്റ് 10 ആയിട്ട് കുറയും. അപ്പോൾ നോൺ യൂണിഫോം ആയിട്ട് ഡിക്രീസ് ചെയ്താൽ അതിനെ നോൺ യൂണിഫോം ഡിസിലറേഷൻ എന്ന് പറയാം. ഓക്കെ, നൗ ലിസൺ ടു ദിസ് ക്വസ്റ്റ്യൻ. സി, ഈസ് യൂണിഫോം മോഷൻ ആൻഡ് ആക്സിലറേറ്റഡ് മോഷൻ? ഒരു യൂണിഫോം മോഷൻ ആക്സിലറേറ്റഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. യൂണിഫോം മോഷൻ എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, അറിയാം അല്ലേ. അതായത് ഒരു ഒബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ഇൻ്റർവെല്ലിൽ ഈക്വൽ ഡിസ്റ്റൻസസ് ആണ് കവർ ചെയ്യുന്നതെങ്കിൽ അത് യൂണിഫോം മോഷൻ. ദാറ്റ് ഈസ് 5 seconds, 10 seconds, 15 seconds അങ്ങനെ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബിയിലേക്ക് മൂവ് ചെയ്യുന്ന വെഹിക്കിള് നമ്മൾ പറഞ്ഞിരുന്നു 10 meter. നെക്സ്റ്റ് 5 minutes 10 more meter 20 meter. വീണ്ടും 10 meter കൂടി പോയാൽ 30 meter. അപ്പോൾ ഈ 5 secondsൽ 10 meter ട്രാവൽ ചെയ്തു. ഈ ഒരു ടൈം ഇൻ്റർവൽ 5 secondsൽ അഗെയിൻ 10 more meter ട്രാവൽ ചെയ്തു. ഇവിടെയും 10 more meter ആണ് ട്രാവൽ ചെയ്തത്. അങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസസ് ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഡിസ്റ്റൻസ് ബൈ ടൈം. ഓരോ ഇൻ്റർവെല്ലിലും ഉണ്ടായ ഓരോ പോയിന്റിലും എന്ന് ഇത് എക്സ് എന്നുള്ള പോയിന്റ്, ഇത് വൈ എന്നുള്ള പോയിന്റ്, ഇത് സെഡ് എന്നുള്ള പോയിന്റ് ആണെങ്കിൽ എ ടു എക്സ്, എയിൽ നിന്ന് എക്സിലേക്കുള്ള സ്പീഡ് എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അല്ല. 10/5 ഈസ് ഈക്വൽ ടു 2 m/s. ഇനി ഈ ഇൻ്റർവെൽ എക്സ് ടു വൈ, ആ ഇൻ്റർവെല്ലിലുള്ള എന്താ നമ്മൾ സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടായ ഡിസ്റ്റൻസ് 10ൽ നിന്ന് 20 ആവാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു? 10. ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ് ഇൻ്റർവെൽ? 5. ഇവിടെയും നമുക്ക് എത്ര തന്നെയാണ് സ്പീഡ് കിട്ടിയത്? 2 m/s. വി ഈസ് ഈക്വൽ ടു വെലോസിറ്റി 2 m/s ആണ് കിട്ടിയത് അല്ലേ, സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി. നെക്സ്റ്റ് അടുത്ത ഇൻ്റർവെൽ നോക്കാം. അഗെയിൻ ടൈം ഇൻ്റർവെൽ 5 seconds തന്നെ 10 meter ആണ് ട്രാവൽ ചെയ്തത്. ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. ഓരോ ഇൻ്റർവെല്ലിലും നമ്മൾ നോക്കി 10 divided by 5 ദാറ്റ് ഈസ് വി ഈക്വൽസ് 2 m/s. ശ്രദ്ധിക്കുക, ഇവിടെ എല്ലാം എല്ലാ പ്രാവശ്യവും വെലോസിറ്റി റിമെയിൻസ് സെയിം അല്ലേ. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ആക്സിലറേറ്റഡ് ആണോ? ആക്സിലറേറ്റഡ് ആവണമെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വേണം. ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, വെലോസിറ്റി ഇൻ എ യൂണിറ്റ് ടൈം ആണ് ആര്? ആക്സിലറേഷൻ. ഇതൊരു യൂണിഫോം മോഷൻ എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇത് ആക്സിലറേറ്റഡ് ആണോ നോക്കാൻ നമുക്ക് എന്ത് ചെക്ക് ചെയ്താൽ മതി? അവിടെ വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ടൈം ഇൻ്റർവെൽ മാറുന്നതിനനുസരിച്ച് വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആക്സിലറേറ്റഡ് ആയിരിക്കും. ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, നമ്മൾ ഓരോ ടൈം ഇൻ്റർവെല്ലിലും കാൽക്കുലേറ്റ് ചെയ്തു ഡിസ്റ്റൻസ് ബൈ ടൈം, അല്ലെങ്കിൽ ആ ഇൻ്റർവെല്ലിലെ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്തു. സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി ദേ റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട് ദ ജേർണി ഓഫ് ദാറ്റ് കാർ, അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ ത്രൂ ഔട്ട് ജേർണിയിലും ഓരോ ടൈം ഇൻ്റർവെല്ലും സെയിം വെലോസിറ്റി കണ്ടു. ചേഞ്ച് ഉണ്ടോ വെലോസിറ്റിക്ക്? ഇല്ല. സിൻസ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ വെലോസിറ്റി, ദ യൂണിഫോം മോഷൻ, ആൻ ഒബ്ജക്റ്റ് ഇൻ യൂണിഫോം മോഷൻ ഈസ് നോട്ട് ആക്സിലറേറ്റഡ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിന് യൂണിഫോം മോഷനിൽ ട്രാവൽ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തില്ല? ആക്സിലറേഷൻ ഇല്ല. എന്നാൽ നോൺ യൂണിഫോം മോഷനിലാണെങ്കിലോ? അതൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നോൺ യൂണിഫോം മോഷനിൽ പോകുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ടൈം ഇൻ്റർവെൽ 5 seconds ഈച്ച് തന്നെയാണ്. ആദ്യം ഒറിജിൻ അല്ലെങ്കിൽ റെഫറൻസ് പോയിന്റ് ഒ എന്ന പോയിന്റിൽ നിന്ന് എക്സ് എന്ന പോയിന്റിലേക്ക് 5 secondsൽ 10 meter ട്രാവൽ ചെയ്തു. നെക്സ്റ്റ് 5 secondsൽ
കുറച്ച് സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി കൂട്ടിയെടുത്തത് കൊണ്ട് ആ കാറ് ഏകദേശം 50 മീറ്റേഴ്സ് കവർ ചെയ്തു ഈ ഒരു ടൈം ഇൻ്റർവെല്ലിൽ. 10ൽ നിന്ന് 50ലേക്ക് എത്തി. ദാറ്റ് മീൻസ് എത്ര ഡിഫറൻസ് എത്രയാണ്? 40 മീറ്റേഴ്സ് ട്രാവൽ ചെയ്തു. എഗെയിൻ വൈ എന്നുള്ള പോയിന്റിൽ നിന്ന് സെഡിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് 80 മീറ്റർ. ദാറ്റ് മീൻസ് എത്രയാണ് ഇൻക്രീസ്? 80 - 50 അവിടെ 30 മീറ്റർ ആണ് മൂവ് ചെയ്തത് ഡിസ്റ്റൻസ്. ആൻഡ് ഇനി നമുക്ക് നോക്കിയേ ഈ ടൈം ഇൻ്റർവെല്ലിൽ ഡിസ്റ്റൻസ് എത്രയാണ്? എയിൽ നിന്ന് എക്സിലേക്കുള്ളത് 10 മീറ്റർ. ടൈം ഇൻ്റർവെൽ 5 ആണ്. ഇവിടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി 2 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇൻ്റർവെൽ 5 സെക്കൻഡ്സ് തന്നെയാണ്. എത്രയാണ് ഡിസ്പ്ലേസ്മെൻറ്റ്? ഇവിടുന്ന് ഇവിടത്തേക്ക് 50 - 10 40 ആണ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈ ഒരു കേസിൽ. ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ 5 തന്നെ അല്ലേ. 40/5 എന്താണ്? വെലോസിറ്റി 8 മീറ്റർ പെർ സെക്കൻഡ് ആയി. നെക്സ്റ്റ് y ടു z. ഇവിടെ ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്? 80. ഇത് 50 നിന്ന് 80ലേക്ക് 80 - 50 30 ആണ്. ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ 5 തന്നെ 30/5. ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 6 മീറ്റർ പെർ സെക്കൻഡ്. സീ ദ വെലോസിറ്റി 2 ആയിരുന്നു, പിന്നെ ഈ ഇൻ്റർവെല്ലിൽ 8 ആണ്, നെക്സ്റ്റ് ഇൻ്റർവെല്ലിൽ 6 ആണ്. Varying velocities. Velocity can change when the speed of an object change or direction change എന്ന് പറഞ്ഞു. ഡയറക്ഷൻ നമ്മൾ നോക്കിയില്ല, സ്ട്രെയിറ്റ് ലൈൻ മോഷനിലാണ്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ടില്ല. സ്പീഡ് നോക്കിയേ, അല്ലെങ്കിൽ വെലോസിറ്റി എന്താണ്? വെലോസിറ്റി ചേഞ്ചസ് ഇൻ ഈച്ച് ഇൻ്റർവെൽ ഓഫ് ടൈം. ഓരോ ടൈം ഇൻ്റർവെല്ലും വെലോസിറ്റി ഡിഫറെൻ്റ് ആണ്, കാരണം ഡിസ്റ്റൻസ് കവർ ചെയ്തത് ഡിഫറെൻ്റ് ആണ്. ഈ മോഷനെ എന്താ നമ്മൾ പറയുക? നോൺ യൂണിഫോം മോഷനാണ്. നോൺ യൂണിഫോം മോഷനിൽ ഇതിപ്പം ഇത് യൂണിഫോം മോഷനാണ്. ഇപ്പം ഈസ് നോൺ യൂണിഫോം മോഷൻ എന്ന് ക്വസ്റ്റ്യൻ മാറ്റി ചോദിച്ചാൽ, ഈസ് നോൺ യൂണിഫോം മോഷൻ ആൻഡ് ആക്സലറേറ്റഡ് മോഷൻ നോക്കാം. ആക്സലറേറ്റഡ് ആവണമെങ്കിൽ വെലോസിറ്റി ചേഞ്ച് ചെയ്യണം. കൃത്യമായിട്ട് ഓരോ ടൈം ഇൻ്റർവെല്ലും ഡിഫറെൻറ്റ് വെലോസിറ്റീസിലാണ് ആ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത്. അതുകൊണ്ട് എന്താ? ചേഞ്ച് ഇൻ വെലോസിറ്റി ഇറ്റ് ഹാപ്പൻസ് ദ അല്ലേ. അപ്പോൾ ഇതെന്ത്? വെലോസിറ്റി വിത്ത് റെസ്പെക്ട് ടു ടൈം നമുക്ക് വെലോസിറ്റി ചേഞ്ച് ചെയ്തുകൊണ്ട് നോൺ യൂണിഫോം മോഷൻ ഒരു ആക്സലറേറ്റഡ് മോഷൻ ആണെന്ന് പറയുന്നത്. യെസ്, നോൺ യൂണിഫോം മോഷൻ ഈസ് ആൻ ആക്സലറേറ്റഡ് മോഷൻ ബിക്കോസ് ഇറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ചസ് ഇറ്റ്സ് വെലോസിറ്റി. അതുപോലെ തന്നെ നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. ആക്സലറേഷൻ ഏതിലാണ്? സ്കേലാറിലാണോ വെക്ടറിലാണോ എന്ന് നോക്കി. ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് a ഈസ് ഈക്വൽ ടു v - u/t. എന്താണ് ആക്സലറേഷൻ? സ്കേലാറാണോ വെക്ടറാണോ എന്ന് നോക്കാം. ആക്സലറേഷൻ ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ് അല്ലേ. ചേഞ്ച് ഇൻ വെലോസിറ്റി ഇറ്റ് സെൽഫ് ഡയറക്ഷനുള്ള ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ആക്സലറേഷൻ വെലോസിറ്റി ഡിഫറൻസ് ഇൻ ദാറ്റ് അല്ലെങ്കിൽ ചേഞ്ചിങ് വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പോൾ ഓൾറെഡി ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഇൻക്ലൂഡഡ് ആണ്. ചേഞ്ച് ഇൻ വെലോസിറ്റി ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ആക്സലറേഷനും എന്ത് ക്വാണ്ടിറ്റി തന്നെയാണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സോ ആക്സലറേഷൻ ഈസ് എ വെക്റ്റർ ക്വാണ്ടിറ്റി.